നെഹ്റുവിന്റെ കയ്യൊപ്പ് പറഞ്ഞ നെഹ്റു ട്രോഫിക്കായിട്ട് ഇപ്പോ ഐപ്പ് തന്നെ ഒടുവിൽ സമ്മതിച്ചു 10 വള്ളങ്ങൾക്കെങ്കിലും ഫൈനൽ സാധ്യതയുണ്ട് എന്ന്. അതിൽ മേൽപ്പാടം ചുണ്ടൻ നമ്മുടെ വള്ളമാണ് ഇത്തവണ. അതുകൊണ്ട് മേൽപ്പാടം ചുണ്ടനോട് നമുക്കൊരു ഇത്തിരി മുഹബത്ത് കൂടും അല്ലേ ഐപ്പേ? തീർച്ചയായിട്ടും റിപ്പോർട്ടറിന്റെ ജേഴ്സിയിൽ ഈ പുന്നമടക്കായൽ തീ പറക്കിനെത്തുന്ന പള്ളാത്തുരുത്തി ചൂട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ കടന്നു വരണം. ആളുകൾ കടന്നു വന്നാൽ മാത്രമേ ഈ വള്ളങ്ങളിലേക്ക് ഒരു ജീവൻ ഉണ്ടാകത്തുള്ളൂ. 2008 ജിജി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വള്ളംകളിയുടെ പ്രൊഫഷണലിസം ഇവിടെ കൊണ്ടുവന്നു. ആൾക്കാരെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ച് ഡിസ്റ്റിലറി വാട്ടർ കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് കുമളിയിൽ ഒരു കൃത്രിമ തടാകം ഉണ്ടാക്കി അവിടെ ഇരുമ്പിൻ്റെ തോണി ഉണ്ടാക്കി ഹൈ ടെറൈനിൽ കൊണ്ടവരെ മത്സരിപ്പിച്ചു. അത്രയധികം പ്രൊഫഷണലിസം ഉള്ള ഒരു വള്ളംകളി ഇത് നമ്മുടെ സർക്കാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒളിമ്പിക് ഇനമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഇനമാണ്. അതിനപ്പുറം ഗിന്നസ് വേൾഡിൽ ഇടം പിടിക്കാൻ പറ്റുന്ന ഇനമാണ്. ഇതൊന്നും സാധിക്കുന്നില്ലെന്നൊരു സങ്കടം മാത്രമാണ് ഒരു കുട്ടനാട്ടുകാരനായ ആലപ്പുഴക്കാരനായ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അങ്ങനെ വള്ളങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് കഴിഞ്ഞ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് 2 മണിക്ക് തുടങ്ങും. ഉദ്ഘാടനം 2 മണിക്കെന്നാണ് പറഞ്ഞത്. മന്ത്രിയൊക്കെ എത്തിക്കഴിഞ്ഞോ? ഇവിടെ നമ്മൾ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു ആലപ്പുഴക്കാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല, കാരണം വള്ളംകളി പ്രേമികൾ. പക്ഷേ വിനോദസഞ്ചാര വകുപ്പിന്റെ ചുമതലയുള്ള മുഹമ്മദ് റിയാസാണ് ഇന്നത്തെ വള്ളംകളി ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി പി പ്രസാദ് ഉണ്ടാകും, കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും, സജി ചെറിയാനാണ് പതാക ഉയർത്തുക. എന്തായാലും സുജയ, എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ആവേശകരമായ കാഴ്ച കൂടിയുണ്ട് ജയേഷേ. മാസ് ഡ്രിൽ എന്ന് പറയുന്നത് നമ്മൾ ഒളിമ്പിക്സിന്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് അതിന്റെ ആളുകൾ ഇങ്ങനെ അണിനിരക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് നേരിട്ട വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം. അത് ഇത്തവണ വെള്ളത്തിലൂടെ ആയിരുന്നു, ബോട്ടുകളിലാണ് ആളുകളെ കൊണ്ടുവന്നത്. അപ്പം മാസ് ഡ്രിൽ എന്ന് പറഞ്ഞൊരു സാധനം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൈനയിലെ UBC മാർച്ച് പാസ്റ്റ് എല്ലാ വള്ളങ്ങളും ഈ VIP പവലിയന്റെ മുമ്പിലേക്ക് വരും. നെഹ്റുവിന്റെ പ്രതിമ കണ്ടില്ലേ, അപ്പൊ അവിടേക്ക് വരും. എല്ലാ ചുണ്ടൻവള്ളങ്ങളും വരും. UBC ആണ് ആദ്യമായിട്ട്, യുണൈറ്റഡ് ബോട്ട് ക്ലബ് ആദ്യമായിട്ട് മാസ് ഡ്രിൽ. ഓരോ വിസിലടി, ക്യാപ്റ്റന്റെ വിസിലടിക്ക് അനുസൃതമായിട്ട് തുഴകൾ വലത്തേക്കും ഇടത്തേക്കും മുകളിലേക്കും വീശുന്ന. അതിനുശേഷം എന്ന് വിളിച്ച് ആവേശമുള്ള അവിടെ നിന്നാണ് വള്ളങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ ചൂട് പിടിക്കുന്ന പറയത്തില്ലേ. അപ്പം സുജയ എന്തായാലും മാസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മഴ പെയ്യരുത് എന്ന് മാത്രമാണ് നമ്മുടെ എന്താ പറയാ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ തിരകളിൽ തീപ്പൊരി ചിതറിക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടത്തിനായിട്ട്, ഒരു മാസ്മരിക നിമിഷങ്ങൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങുമ്പോഴാണ് ശരിക്കും നെഹ്റു ട്രോഫിയുടെ ഒരു ആവേശത്തിലേക്ക് ആ ഓളം ഇങ്ങനെ ഇളകി മറിയുന്നത്. ശരിക്കും ഇപ്പോൾ ആ പരിസരങ്ങളിലൊക്കെ ചെറുവള്ളങ്ങളിലൊക്കെ നടന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പവലിയനൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, വിദേശികളടക്കം. പ്രത്യേകിച്ചും ഓണക്കാലമാണ്, ഓണത്തിലേക്ക് അധിക ദിവസങ്ങളില്ലാത്ത സമയത്താണ് ഇത്തവണ വള്ളംകളി നടക്കുന്നത്. അങ്ങനെ അതിന്റെ ഒരു ആവേശം അവധിക്കാലം തുടങ്ങുന്നത് കൊണ്ട് തന്നെ കുട്ടികളടക്കം കുടുംബമായി വന്ന് വള്ളംകളി കാണാനായിട്ട് നിൽക്കുന്ന ആളുകൾ, ടീമുകൾ ഓരോന്നായി ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഇനി മാസ് ഡ്രില്ലിനായിട്ടുള്ള സമയമാണ്. മാസ് ഡ്രില്ലിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. 10-16 കൊല്ലമായി മാസ് ഡ്രില്ലിന്റെ അമരത്തിരിക്കുന്ന, മാസായി തുഴയുന്ന ആളുകളുണ്ട്. അപ്പോ പുന്നമടക്കായലിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ്, അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ ചീറിപ്പായുന്ന, ചുണ്ടനുകൾ ചീറിപ്പായും എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഗിയർ ഒന്നുമില്ലടാ, നമ്മുടെ തുഴയാടാ ഗിയർ എന്ന് പറയുന്ന ആവേശം അങ്ങനെ ഇരമ്പിക്കുന്ന ചേട്ടന്മാരെയൊക്കെയാണ് നമ്മൾ സാധാരണ ഈ തുഴച്ചിലുകാരായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ചെറുവള്ളങ്ങൾ, ചുണ്ടൻ, ഇതെല്ലാം തുഴക്കരുത്തിൽ ഇങ്ങനെ ചീറിപ്പായുമ്പോൾ സ്പീഡ് ബോട്ടിനേക്കാൾ സ്പീഡിൽ വള്ളം പായുന്നത് കാണണമെങ്കിൽ വള്ളം കളിക്ക് വരണമെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. ഇത്തവണ ആ വേഗം പരമാവധി എത്തിക്കാനായിരിക്കില്ലേ ഓരോ ക്ലബും ശ്രമിക്കുക? തീർച്ചയായിട്ടും സുജയ, നമ്മൾ ചെറുവള്ളങ്ങളെ കുറച്ച് കാണാൻ പാടില്ല. അത് ചെറുവള്ളങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഓരോ കരക്കാരുടെയും വികാരമാണ് ഓരോ കളിവള്ളങ്ങൾ എന്ന് പറയുന്നത്. അത് ഇരുട്ടുകുത്തി ആയിക്കോട്ടെ, തെക്കനോടി ആയിക്കോട്ടെ, ചുരുളനായിക്കോട്ടെ, വെപ്പ് ആയിക്കോട്ടെ, ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ചുണ്ടൻ വള്ളങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നില്ല, പക്ഷേ ഇരുട്ടുകുത്തിയും വെപ്പും ഒക്കെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളായിരുന്നു. ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ തുടങ്ങുന്നതിന് ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്നും, ഒരു ക്രിസ്ത്യാനിയുടെ തറവാട്ടിൽ നിന്നും നിലവിളക്ക് കൊളുത്തി കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആറന്മുള വള്ളംകളി ഇതിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യമാണ്. എറണാകുളത്തെ പറവൂർ കായലിൽ വള്ളംകളി ഉണ്ടായിരുന്നു. CBയിൽ വന്നപ്പോൾ ഹൈക്കോടതിന് മുമ്പിലെ കൊച്ചിക്കായലിൽ വള്ളംകളി നടത്തി. അങ്ങ് കാസർഗോഡും എന്താ പറയുക കണ്ണൂരും ഒക്കെ ഇപ്പോൾ വള്ളംകളികളുണ്ട്. അവിടെ നിന്നൊക്കെ നിരവധി കാണികൾ, നിരവധി ആവേശം കൊള്ളുന്ന വള്ളംകളി പ്രേമികൾ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച, അതിനെ ഒന്നും കുറച്ചു വിടാൻ കഴിയില്ല. അപ്പോൾ ഇരുട്ടുകുത്തിയുടെ
ഒരു വള്ളം ട്രാക്കിലേക്ക് വരികയാണ്. എത്ര ആവേശത്തോടെയാണ് ആളുകൾ ആ വള്ളത്തെ സ്വാഗതം ചെയ്യുന്നത്. ഇത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്, ഒരു താരതമ്യേന ഏറ്റവും പുതിയ ക്ലബ്ബ് എന്ന് പറയാൻ കഴിയുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വള്ളമാണ് ഇപ്പോൾ ട്രാക്കിലേക്ക് എത്തുന്നത്. ഓരോ വള്ളവും ഈ ട്രാക്കിലേക്ക് എത്തുമ്പോൾ അതിന്റെ കരക്കാരുടെ നെഞ്ചിനകത്ത് ഒരു തള്ളലുണ്ടാകും, ഒരു വികാര തള്ളലുണ്ടാകും. ആ തള്ളലാണ് ഈ കരയിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇവരെല്ലാവരും നമുക്ക് എനിക്കൊന്ന് ബ്രസീലില് ഫുട്ബോൾ നടന്നപ്പോഴാണ് ഈ ഊത്ത് എന്ന് പറഞ്ഞ സാധനം വന്നത്. ഇന്നിപ്പോ അതൊരു ആവേശമായി. ഇനി സുജാൻ നേരത്തെ പറഞ്ഞ പോലെ വള്ളത്തിൽ തന്നെ നിരവധി താളങ്ങളുണ്ട്. ഇടിത്താളമുണ്ട്. 2 പേർ ഒരു പെട്ടിത്താളത്തിൽ നിന്ന് ഇരുമ്പ് തണ്ടുകൊണ്ട് തടിത്തണ്ടുകൊണ്ട് അത് മനോഹരമായ താളം തീർക്കും.